ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എണ്ണയില്ലാത്ത ഒരു വെളുത്ത ഉണ്ണിയപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് കുതിർത്തി വെച്ചിട്ട് ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഞാൻ കഴുകിയിട്ടാണ് കുതിർത്തി വെക്കുന്നത്. 6 മണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പം നമുക്കത് അരച്ചെടുക്കാം. അരി നന്നായി കുതിർന്ന് 6 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഈ അരിയുടെ കൂടെ ഞാൻ കുറച്ച് തേങ്ങ ഇടുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ്, 2-2.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. തേങ്ങ ഇടണമെന്ന് ഒരു നിർബന്ധമില്ല, പക്ഷേ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അരക്കപ്പ് ചോറാണ്. അരക്കപ്പ് ചോറും ഒരു ടീസ്പൂൺ ഇല്ല പഞ്ചസാര. പിന്നെ 2.5 ടേബിൾ സ്പൂണ് കള്ളാണ് ചേർക്കുന്നത്. കള്ളില്ലാന്ന് വെച്ചിട്ട് ആരും വിഷമിക്കണ്ട. ഈസ്റ്റോ അല്ലെങ്കിൽ തലേന്നത്തെ ബാറ്റർ കുറച്ച് അങ്ങനെയോ അല്ലെങ്കിൽ കുറച്ച് ഉഴുന്നോ എന്തെങ്കിലും ചേർത്താൽ മതി കേട്ടോ. തലേന്ന് അരച്ച് വെക്കണമെന്നേ ഉള്ളൂ. നമുക്കിത് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുക്കുക. ബാറ്റർ ഈ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. നമുക്ക് രാവിലെ ഇതിൽ കുറച്ച് ഐറ്റംസ് ചേർക്കാനുണ്ട്. അത് രാവിലെ നമുക്ക് കാണിച്ചു തരാം. നമ്മുടെ ബാറ്റർ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം. ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ചെറിയുള്ളി ഒരു 3-4 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക്, കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും. ഇതെല്ലാം ഒന്ന് വഴറ്റിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. അന്നേരം കാണിക്കാം. അതിൽ നമുക്ക് 1 ടീസ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് കടുക് പൊട്ടിക്കാം. 1 ടീസ്പൂണ് അല്ല, 1 ടീസ്പൂണില്ല, 1/2 ടീസ്പൂണ് കടുക്. കടുക് പൊട്ടിച്ചിട്ടാകുമ്പം 1 ടീസ്പൂണ് ഉഴുന്ന് ഇടുന്നുണ്ട്. ഇത് ഇട്ടിട്ടാകുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഇതിലേക്ക് ഇടുന്നത്. അതിനുശേഷം ചെറിയുള്ളി വഴറ്റും. ഇനി ഇതിലേക്ക് ബാക്കിയെല്ലാം ഇടുന്നുണ്ട്. ഇനി ഉഴുന്ന് പരിപ്പ് 1 ടീസ്പൂണ് വേണ്ടാത്തവർക്ക് അതിൽ കുറച്ച് ഇടാം കേട്ടോ. അത് ഓരോരാളെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതൊന്ന് ചെറുതെ ഇങ്ങനെ വെറുതെ ഒന്ന് വരില്ല. ഓക്കെ, നമുക്ക് എടുക്കാം. അത് നമ്മൾ ഇനി 1/2 ടീസ്പൂണ് ഉപ്പിടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കളത്തി വെച്ച സാധനം ഇതിലേക്ക് ഇടാം. ഇതിലൊന്നും ഞാൻ ഉപ്പിട്ടിട്ടില്ല, ഉപ്പ് വേണമെങ്കിൽ നമുക്കിടാം. എല്ലാം മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതെല്ലാം നമ്മൾ ഇതിലേക്ക് മിക്സാക്കി. ഇനി ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഗ്ലാസ്സിലേക്ക് ആദ്യം ഒന്ന് എണ്ണ തടവി കൊടുക്കുകയേ വേണ്ടു. നമ്മൾ ദോശക്കെല്ലാം ആക്കുന്നത് പോലെ തന്നെ. ഇത് കുട്ടികൾക്കെല്ലാം സ്കൂളിലെല്ലാം കൊടുത്തു വിടാൻ നല്ലതാണ്. പച്ചക്കറിയെല്ലാം കഴിക്കാത്ത കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന, അവർക്ക് നല്ല കറി ഉണ്ടായാൽ തിരിച്ചിടാം. ഉടനെ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. ഇതിങ്ങനെ വേഗം എടുക്കാൻ കിട്ടില്ല, ഒറ്റ ഇത് ഇങ്ങനെ എടുക്കണമെന്ന്, ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ തന്നെ എടുത്ത് ചെരിഞ്ഞാൽ മതി. ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കണമെന്നില്ല, ഓരോന്ന് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക. ഇത് വെളിച്ചെണ്ണ വേണമെന്നൊന്നുമില്ല, വെറുതെ ഒന്നും ഇല്ലാണ്ട് തന്നെ ഇതെടുക്കാൻ കിട്ടും വേഗം. ഇതിനു വേണ്ടി ഒരു സിമ്പിൾ ചട്നി ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് 2 ടേബിൾ സ്പൂണ് തേങ്ങ, ഒരു 3/4 ടീസ്പൂണ് പൊട്ടുകടല, പിന്നെ ഒരു 3-4 ചെറിയുള്ളി, 2-3 പച്ചമുളക്, കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും, ഇത്രയേ വേണ്ടൂ. നമുക്ക് അരച്ചെടുക്കാം. പാകത്തിനുള്ള ഉപ്പും. നമ്മുടെ സോഫ്റ്റ് എണ്ണയില്ലാത്ത ഉണ്ണിയപ്പം റെഡി ചെയ്താൽ നല്ല സോഫ്റ്റാണ് കണ്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാ പച്ചക്കറികളും വേണ്ടുന്ന പച്ചക്കറികൾ ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ല പച്ചക്കറികൾ ചേർക്കാം. ചട്നിയും കൂട്ടാണ്ടും ചട്നി ഇല്ലാണ്ടും കഴിക്കാൻ പറ്റും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെൽ ബട്ടൺ അമർത്തണം. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. എന്നാലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമല്ലോ. ഓക്കെ, താങ്ക് യു.